നമ്മൾ ആറാമത്തെ എപ്പിസോഡിലേക്ക് പോകുമ്പോൾ പൊളിറ്റിക്സിന്റെ ഒരു അങ്ങേ അറ്റമാണ് നമ്മളിവിടെ വെച്ച് കാണുന്നത്. ജപ്പാനിലുള്ള ആൾക്കാരൊക്കെ എന്ത് തരം ആൾക്കാരാണെന്ന് നമ്മളിവിടെ വെച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഒരു അടിപൊളി എപ്പിസോഡാണ്, ഒട്ടും സമയം കളയുന്നില്ല. നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നു. യോഷി കൊണ്ടുവന്ന ആർമിയൊക്കെ എർത്ത് ക്വേക്കിൽ പെട്ട് നശിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ കുറച്ചു പേര് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ യോഷിയുടെ ഒരു സ്പീച്ചിലാണ് നമ്മൾ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ യോഷി മിടുക്കനാണ്, നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു കാര്യം പറയുന്നത് ജോണിന്റെ അടുത്താണ്. വീണ്ടും യോഷിനെ സേവ് ചെയ്തിരിക്കുകയാണ് ജോൺ. അത് കാരണം ചീഫ് അഡ്മിറൽ ഓഫ് കാൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനമുണ്ട്, അത് നിന്നെ ഏൽപ്പിക്കുകയാണ്. അതേപോലെ ചെറിയൊരു സ്ഥലവും നിന്റെ പേരിൽ ഞാൻ ആക്കുന്നുണ്ട്. 600 കോക്കു സാലറിയും നിനക്ക് ഞാൻ നൽകാൻ പോവാണെന്നുള്ള കാര്യം പറയും. എന്നിട്ട് പുതിയൊരു സമുറായി സോഡും ജോണ് നൽകും. അപ്പൊ ജോൺ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. കാരണം ജോൺ ഇപ്പൊ പോവാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആളാണ്. അയാൾക്ക് ഈ സ്ഥലവും ഈ സാലറി ഒക്കെ കിട്ടുമ്പോൾ ഇവർക്ക് എന്നെ വിടാനുള്ള ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ള കാര്യം ജോൺ മെല്ലെ മെല്ലെ മനസ്സിലാക്കുകയാണ്. ഇനി അടുത്തത് ബുണ്ടാരോ വരും. യോഷിയുടെ അടുത്ത് സോറി പറയും. മാരിക്കോന്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തത് ഇന്നലെ രാത്രി ഫിസിക്കൽ അസോൾട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കണ്ടു. ആ കാര്യം പറഞ്ഞിട്ട് സോറി പറയും. ഇപ്പൊ യോഷി പറയും, നീ ഒരു കാര്യം ചെയ്യ്, 7 ദിവസം മാരിക്കോന്റെ അടുത്ത് ചെല്ലരുത്. മാരിക്കോ ഒരു ഇമ്പോർട്ടന്റ് റോളാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അവളെ എനിക്ക് ആവശ്യമുണ്ട്, നീ അവളുടെ അടുത്ത് ചെല്ലരുത് എന്നുള്ള കാര്യം പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജോണിന് കിട്ടിയിട്ട് ജോൺ വന്നിട്ട് ചോദിക്കും യോഷിന്റെ അടുത്ത്, എന്തിനാണ് എനിക്ക് ഈ ഗിഫ്റ്റ്? ഞാൻ ജപ്പാൻ വിടാൻ പോകുന്ന ആളല്ലേ, എന്നല്ലെങ്കിൽ നാളെ ഈ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ആ കപ്പൽ നിങ്ങൾ എനിക്ക് മടക്കി തരുമല്ലോ. അപ്പൊ ഞാൻ പോവാൻ നിൽക്കുന്ന ആൾക്ക് എന്തിനാണ് ഗിഫ്റ്റ്? ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ എനിക്ക് എന്തിനാണെന്ന് ചോദിക്കും. ഇപ്പൊ യോഷി ആള് ഭയങ്കര ബുദ്ധിമാനാണ്. യോഷി ചോദിക്കും, ശരി നിനക്ക് സ്ഥലവും ഇതൊന്നും വേണ്ടെങ്കിൽ വേറെ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കും. ജോൺ പറയും, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഷിപ്പ് മാത്രം മതി. ഞാൻ ഒരു ഐഡിയ പറയാം, നിങ്ങൾ എന്റെ ഷിപ്പ് എനിക്ക് താ. ഈ പോർച്ചുഗീസുകാരുടെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഷിപ്പാണ്. ഇവര് കയറി രക്ഷപ്പെട്ട ഷിപ്പ് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ഷിപ്പ്, ഈ ട്രേഡ് മൊത്തം നടക്കുന്നത് ആ ഒരു ഷിപ്പ് കൊണ്ടാണ്. ഞാൻ എന്റെ കപ്പൽ കൊണ്ട് പോയിട്ട് ആ ബ്ലാക്ക് ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാം. ബ്ലാക്ക് ഷിപ്പിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ ട്രേഡ് റൂട്ട് മൊത്തം നശിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പോർച്ചുഗീസുകാർക്ക് വലിയൊരു ഐഡിയ ആയിരിക്കും. അവരുടെ മെയിൻ ഇൻകം സോഴ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്യാന്നുള്ള കാര്യം പറയും. അപ്പൊ യോഷി ചോദിക്കും, ഞാൻ എന്തിനാണ് പോർച്ചുഗീസുകാർക്ക് എതിരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്? അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരല്ലേ. ഞാനാണെങ്കിൽ അവരുമായിട്ട് ഒരു ഡീലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. രക്ഷപ്പെടാൻ നേരത്ത് ബ്ലാക്ക് ഷിപ്പിൽ ഇരുന്നിട്ട് ആ ക്യാപ്റ്റന്റെ അടുത്തും ആ പോർച്ചുഗീസ് പ്രീസ്റ്റിന്റെ അടുത്തൊക്കെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് യോഷി. അപ്പൊ അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്, അവരിനൊന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും നീ പോകണ്ട, നമ്മളും പോകുന്നില്ല എന്ന് പറയും. തൽക്കാലം യുദ്ധം വരുന്നത് വരെ ഒന്നും ചെയ്യണ്ടെന്ന് പറയും. എന്നിട്ട് യോഷി മാരിക്കോനോട് ചോദിക്കും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. നീയും ജോണും തമ്മിൽ. മാരിക്കോ പറയും ഒന്നുമില്ല എന്ന്. നുണയാണ്, എന്നാലും അത് ഒന്നുമില്ല എന്ന് പറയും. എന്നിട്ട് യോഷി ഒരു ഐഡിയ പറയും, ജോണിനെ ഡിസ്ട്രാക്ട് ചെയ്യണം. നീ ഒരു കാര്യം ചെയ്യ്, നാട്ടിലെ മികച്ച പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോ ജോണിനെ, മാക്സിമം ഡിസ്ട്രാക്ട് ചെയ്യും, മാക്സിമം സമയത്തേക്ക് അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പറയും. ജപ്പാനിൽ ഒരു കൾച്ചറിന്റെ ഭാഗമാണിത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഒന്നും അല്ല അവിടെ. യോഷി ഒരു കാര്യം കൂടെ പറയും, നീ വേണമെങ്കിൽ അതിൽ ജോയിൻ അടക്കം ചെയ്തോ. അതായത് ബേസിക്കലി നീ വേണമെങ്കിൽ സെക്സിലൊക്കെ ഏർപ്പെട്ടോ ഇവനോ ആയിട്ട്, ഇവനെ കുറച്ചു നേരം ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെ ഒരു പെർമിഷൻ കൂടെ യോഷി മാരിക്കോന് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ജോണിനെ വിടാൻ യോഷിക്ക് ഒരു ഉദ്ദേശവും ഇല്ല. ഇത് നമ്മൾ നേരെ പോകുന്നത് ഒസാക്ക കാസിലേക്കാണ്. അവിടെ ആകെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒരു യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ഒസാക്ക കാസിൽ. എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷിഡോയും ലേഡി ഒച്ചിബിയും കൂടിയിട്ടാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള റീജൻസിനെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കിയാമ, ഓനോ, സുഗിയാമ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരിനൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് വോട്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി, ഒരാളിനെ ഇവിടെ സെലക്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹൗസ് അറസ്റ്റ് പോലെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഫുൾ അവിടെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിൽ ഹിറോമോട്സും യോഷിയുടെ ഭാര്യയും ഇപ്പോഴും ഒസാക്ക കാസിലാണ് ഉള്ളത്. അപ്പൊ ഹിറോമോട്സ് എന്ത് ചെയ്യും, അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരും. ഒസാക്ക കാസിൽ നിന്നും ഹിറോമോട്സ് രക്ഷപ്പെട്ട് യോഷി ഉള്ള സ്ഥലത്തേക്ക് വരികയാണ്. അപ്പൊ ഇതേ സമയത്ത് പോർച്ചുഗീസുകാരുടെ അവസ്ഥ എന്താന്ന് നോക്കാം. മാർട്ടിനും ആ ഒരു പ്രീസ്റ്റും ഉണ്ട്, അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഒസാക്ക കാസിൽ ഇപ്പൊ ലോക്ക്ഡ് ഔട്ട് ആണ്. പോർച്ചുഗീസുകാർ ഒരു കാര്യം ചോദിക്കാൻ പോയിട്ട് പോലും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഇഷിഡോ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്, ഒരാളും അനങ്ങി പോരുത്, 5ാമത്തെ ആളിനെ സെലക്ട് ചെയ്ത് വോട്ട് ചെയ്ത് യോഷിനെ കൊല്ലുന്നത് വരെ ഒരാളും ഇവിടെ വിട്ട് പോരുത് എന്ന് പറഞ്ഞിട്ട് ആ കാസിലിനെ മൊത്തം ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടല്ലോ, ആ ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആള്, അയാള് നല്ല ബുദ്ധിയുള്ള ആളാണ്. അയാൾ പറയും, ഇഷിഡോന് ഒറ്റയ്ക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല, ലേഡി ഒച്ചീബ വന്നിട്ടുണ്ട്. ഈ ലേഡി ഒച്ചീബ കണ്ണിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്, ലേഡി ഒച്ചീബയ്ക്ക് പോർച്ചുഗീസുകാരോട് അത്ര ഇഷ്ടമൊന്നും അല്ല. അപ്പൊ ഇനി ലേഡി ഒച്ചീബ പറയുന്നത് പോലെയാണ് ഇവിടെ കാര്യങ്ങളെങ്കിൽ നമുക്ക് അതൊരു പണിയാണ്, ഒരിക്കലും അത് ചെയ്യരുത് എന്ന് പറയും. എന്നിട്ട് മാർട്ടിൻ ഒരു ഐഡിയ പറയും, യോഷിന്റെ അടുത്ത് നമുക്ക് ഇപ്പൊ തന്നെ പോകണം. യോഷി നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ്, അയാളിനെ
നമ്മുടെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യം മാർട്ടിൻ പറയും. ഇനി വീണ്ടും നമുക്ക് ഒസാക്ക കാസിൽ തന്നെ വരാം. ഇഷിഡോയും ഒച്ചിബയും ഉണ്ട്. ഇവരുടെ പ്ലാനുകളുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോർഡ് ഇറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഒരു പാവം പിടിച്ച ആളാണ്. അയാളിനെയാണ് 5ാമത്തെ റീജന്റ് ആക്കാൻ വേണ്ടിയിട്ട് ലേഡി ഒച്ചിബിയും ഇഷിഡോയും കൂടെ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ കോൺവെർസേഷൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യോഷിന്റെ അടുത്ത് ലേഡി ഒച്ചിബിക്ക് എന്തോ ഒരു ദേഷ്യമുണ്ട്. അത് ദേഷ്യം പറഞ്ഞ ചില്ലറ ദേഷ്യമൊന്നുമല്ല. യോഷിനെ കൊന്നിട്ടേ ഇനി ലേഡി ഒച്ചിബിക്ക് ഒരു വിശ്രമമുള്ളൂ എന്നുള്ള രീതിയിലാണ് ലേഡി ഒച്ചിബ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇഷിഡോ ചോദിക്കും, യോഷി എന്നെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്, അത് മനസ്സിലാക്കാം, ലേഡി ഒച്ചിബിക്ക് എന്താ ഇത്ര ദേഷ്യം യോഷിന്റെ അടുത്ത് എന്നുള്ള കാര്യം ചോദിക്കും. വ്യക്തമായിട്ടൊരു ആൻസർ ഒന്നും നൽകില്ല. അപ്പൊ എന്തോ ഒരു ഹിസ്റ്ററി അവിടെ കിടക്കുന്നുണ്ട്, നമുക്കത് വഴിയെ മനസ്സിലാക്കാം. അപ്പൊ പുതിയ റീജന്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ലോർഡ് ഇറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഈ കാര്യമാണ് ഇവിടെ വെച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് യോഷിയുടെ അടുത്തേക്കാണ്. അജീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരൊക്കെ താമസിക്കുന്ന ഒരു വില്ലേജിലേക്ക് ഹിറോമോട്സു എത്തുകയാണ്. ഒസാക്ക കാസലിന് രക്ഷപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യും. അവിടുത്തെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് ഇഷിഡോ പ്ലാൻ ചെയ്യുന്നത്, ലേഡി ഒച്ചിബന്റെ വന്ന കാര്യവും എല്ലാ കാര്യവും ഹിറോമോട്സു എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മുടെ ശത്രുക്കൾ എല്ലാവരും ഒന്നായിട്ടുണ്ട്, എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാൻ വരും. ക്രിംസൺ സ്കൈ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന് ഇനീഷ്യേറ്റ് ചെയ്യാൻ സമയമായി എന്ന് പറയും. അപ്പൊ എല്ലാവരും ഞെട്ടും, എന്താണ് ഈ പ്ലാന്, ക്രിംസൺ സ്കൈയോ, അതെന്താ സംഭവം എന്ന് എല്ലാവരും ചോദിക്കും. ഇതെല്ലാവരുടെ മുന്നിൽ വെച്ചിട്ടാ പറയുന്നത്. യബുഷിഗയും നഗക്കാഡോവും ജോണും എല്ലാവരും ഉണ്ട് അവിടെ. ക്രിംസൺ സ്കൈ എന്ന് പറയുന്ന പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്ലാനാണ്. ഒസാക്ക കാസലിൽ പോയിട്ട് അവരെ എല്ലാം അറ്റാക്ക് ചെയ്ത് ഈ റീജൻസിനൊക്കെ ഇല്ലാതാക്കിയിട്ട് കൗൺസിലിൽ പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, ഈ 5 പേര് വോട്ട് ചെയ്തിട്ട് ചെയ്യുന്നതൊക്കെ, അതിനൊക്കെ ഇല്ലാതാക്കി ഒരാൾ നയിക്കുന്ന ഒരു പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ് അത്. അതായത് ഒരു രാജാവ് മതി, ഈ 5 പേര് വോട്ട് ചെയ്തിട്ടൊന്നും വേണ്ട. ഒരുപാട് ശവങ്ങൾ വീഴുന്ന ഒരു പരിപാടിയാണ്. ഒരു വലിയൊരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഈ ഒരു രാജാവ് ഭരിക്കുന്ന ഒരു പുതിയ ഗവൺമെന്റിനെയാണ് ഷോഗുൻ എന്ന് പറയുന്നത്. ഈ ക്രിംസൺ സ്കൈ സംഭവിച്ച യോഷി ആയിരിക്കും അടുത്ത ഷോഗുൻ എന്നുള്ള കാര്യം ഇവിടെ വെച്ച് പറയുകയാണ്. അപ്പൊ യബുഷിഗ ഇതൊക്കെ കേട്ടിട്ട് ചോദിക്കും, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ നിങ്ങൾ എങ്ങനെ അതിന്റെ അകത്തേക്ക് ചെല്ലും, ഒസാക്ക കാസലിന്റെ അകത്തേക്ക് നമ്മൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്ത് പോകുന്നത്? അപ്പൊ ഹിറോമോട്സു ആണ് ഒരു കാര്യം പറയാ. യോഷിക്ക് ഒരു ഹാഫ് ബ്രദർ ഉണ്ട്, സൈക്കി നൊബിറ്ററ്റ്സു എന്നാണ് അവന്റെ പേര്. അപ്പൊ സൈക്കിനെ നമുക്ക് വിളിക്കാം. അവന്റെ കയ്യിൽ വലിയൊരു ആർമി ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഈ പ്ലാന് ദ ക്രിംസൺ സ്കൈ നടപ്പിലാക്കാന്ന് പറയും. യോഷി അപ്പൊ പറയും, ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നൊരു പ്ലാൻ ഉണ്ടാക്ക്, നിങ്ങൾ എല്ലാവരും കൂടെ ജപ്പാനിൽ പകുതി ആൾക്കാരനെ കൊല്ലാതെ വല്ല പ്ലാൻ ഉണ്ടാക്ക്, സമാധാനമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യോഷി പറയും. ഇനി അടുത്തത് നമ്മുടെ മാരിക്കോ ജോൺ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ടീ ഹൗസസ് എന്നാണ് ഇവരുടെ ബ്രോത്തൽസിന്റെ പേര്. ജപ്പാനിൽ ഈ ബ്രോത്തലും പ്രോസ്റ്റിറ്റ്യൂഷനും ഒന്നും ഇല്ലീഗൽ അല്ല. മാരിക്കോ പറയും, ഇത് നീ അക്സെപ്റ്റ് ചെയ്യണം, വേണ്ടാന്ന് പറയരുത്, യോഷി പറഞ്ഞിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ സംഭവിക്കും അവിടെ. ഇനി നമ്മൾ പോകുന്നത് യോഷിയും മാരിക്കോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിലേക്കാണ്. ഒരു ചെറിയൊരു പാസ്റ്റ് കൂടെ പറയാനുണ്ട്. ഈ മാരിക്കോവും ലേഡി ഒച്ചിബിയും ഇവർ ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. മാരിക്കോ ബുണ്ടാരോന്റെ അടുത്ത് കല്യാണം കഴിക്കുന്നത് വരെ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം ഒച്ചിബിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ലേഡി ഒച്ചിബിക്ക് ഇത്ര ദേഷ്യം നമ്മളോട് എന്ന് യോഷി ചോദിക്കുകയാണ് മാരിക്കോന്റെ അടുത്ത്. അപ്പൊ ശരിക്കും മാരിക്കോയ്ക്കും കാര്യമൊന്നും അറിയില്ല, എക്സാക്ട് കാര്യം ലേഡി ഒച്ചിബിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഈ ഒച്ചിബ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഈ ഷിരോനും അറിയില്ല, യോഷിക്കും അറിയില്ല, മാരിക്കോയ്ക്കും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പൊ ഇനി നമ്മൾ നേരെ ഒസാക്ക കാസിലേക്ക് പോകുന്നു. കൗൺസിൽ മീറ്റിംഗ് ആണ്, വോട്ടെടുപ്പിന്റെ സമയമാണ്. ലോർഡ് ഇറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ 5ാമത്തെ റീജന്റ് ആക്കാനുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നത്. എല്ലാവരും യെസ് വോട്ട് ചെയ്യും, സുഗിയാമ മാത്രം നോ വോട്ട് ചെയ്യും. സുഗിയാമ ആളൊരു ലോജിക്കൽ ആയിട്ടുള്ള ആളാണ്. അയാൾ പറയും, നീ പറയുന്നത് പോലെ ടൈക്കോന്റെ മകനെതിരെ ഇപ്പൊ ഇവിടെ ഒന്നും നടക്കുന്നില്ല, പ്രത്യേകിച്ച് യോഷി അതിനൊന്നും ചെയ്യുന്നില്ല, യോഷി നമ്മുടെ ശത്രു ഒന്നും അല്ല, നീ എന്തിനാണ് ഞങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ആകെ ഇവിടെ നടക്കുന്ന ഒരു തെറ്റ് ഇത് മാത്രമാണ്, ടൈക്കോയ്ക്ക് ഒരു അപമാനമാണ് നീ, ഇഷിഡോ നീ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് നോ വോട്ട് ചെയ്യും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യെസ് വോട്ട് ചെയ്താലേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ വോട്ടിംഗ് ഒന്നും നടക്കാതെ പിരിയും. അപ്പൊ ഇനിയാണ് ലേഡി ഒച്ചിബി ഇഷിഡോ തമ്മിൽ ഒന്ന് ഇരുന്ന് സംസാരിക്കുന്നത്. ലേഡി ഒച്ചിബി പറയും, എനിക്ക് പെട്ടെന്ന് തന്നെ വേണം ഈ ഇംപീച്ച്മെന്റ് ഉണ്ടല്ലോ, യോഷിനെ ഒരു ചതിയനായിട്ട് മുദ്ര കുത്തി കൊല്ലാൻ വേണ്ടി ഉള്ള ആ ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയും. അപ്പൊ നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എന്തുകൊണ്ടാണ് യോഷിനെ ഇത്ര അധികം വെറുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് ഈ കാര്യം. ഒച്ചിബ എന്ന് പറയുന്നത് കുറോഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രാജാവിന്റെ മകളാണ്. ഭയങ്കര മോശമായിട്ടുള്ള രാജാവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ.
ഇല്ലേ, മാരിക്കോന്റെ അച്ഛനായിട്ടുള്ള ജിൻസായാണ് ഒച്ചീബന്റെ അച്ഛനെ കൊല്ലുന്നത്. അപ്പൊ എന്റെ ഫാദറിന്റെ ജീവൻ എടുത്തത് മാരിക്കോന്റെ അച്ഛനായിട്ടുള്ള അക്കേച്ചി ജിൻസായി ആണ്. പക്ഷെ ജിൻസായിക്ക് ഈ പ്ലാൻ ഒന്നും ഒറ്റയ്ക്ക് നടത്താനുള്ള കഴിവൊന്നുമില്ല. ഇത് മുഴുവൻ യോഷിയാണ്. അന്ന് നടന്ന സംഭവത്തിന്റെ പിന്നിൽ മൊത്തം യോഷിയുടെ ബുദ്ധിയാണ്. യോഷി പറഞ്ഞിട്ടാണ് ജിൻസായി അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം വരെ പറയും. അപ്പൊ ഇഷിഡോ ഇതൊക്കെ കേട്ടിട്ട് പറയും, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ, ഇതൊന്നും അന്ന് ആരും പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ പുതിയ അക്യൂസേഷൻസ് ആണ്, ഇതൊക്കെ സത്യം തന്നെ ആണോ എന്നുള്ള കാര്യം ചോദിക്കും. കാരണം ജപ്പാന്റെ രാജാവിനെ കൊല്ലാനുള്ള പ്ലാൻ ഇട്ടത് യോഷിയാണ്. ടൈക്കോന്റെ മുന്നേ ഉള്ള രാജാവിനെ കൊന്നത് തന്നെ യോഷിയാണെന്നുള്ള കാര്യം പബ്ലിക് ആയിട്ട് അനൗൺസ് ചെയ്യും, നിനക്ക് എത്ര ഉറപ്പുണ്ടെങ്കിൽ എന്നുള്ള കാര്യം ഇഷിഡോ പറയും. അപ്പൊ ഒച്ചീബ് പറയും, ഇത് പബ്ലിക് ആക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് ഇംപീച്ച്മെന്റ് പാസ്സാക്കാന്നുള്ളതാണ്. യോഷിനെ ഒരു ചതിയനാക്കിയിട്ട് കൊല്ലാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറയും. അപ്പൊ ഇനി അടുത്ത പ്ലാൻ എന്താണ്, ഒരാളാണല്ലോ നോ വോട്ട് ചെയ്ത്, അയാൾ അങ്ങോട്ട് ഇല്ലാതാക്കുക. ഇഷിഡോ വന്നിട്ട് സുഗ്യാമിനെ അങ്ങോട്ട് കൊല്ലും, ഒരു റീജന്റിനെ അങ്ങോട്ട് കൊല്ലും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്ന് ഒച്ചീബ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇഷിഡോ അങ്ങനെ ചെയ്യുന്നത്. ഒരു റീജന്റിലുള്ള ആളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ ന്യൂസ് യോഷി അറിയും. യോഷിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇഷിഡോയും ലേഡി ഒച്ചീബയും കൂടിയിട്ടാണ് കൗൺസിൽ മൊത്തം ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്. ഇംപീച്ച്മെന്റ് ഉടനെ ഉണ്ടാവും. ഇംപീച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ യുദ്ധമാണ്. ഇനി നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല, ക്രിംസൺ സ്കൈ തന്നെ നമ്മൾ ചെയ്യും എന്ന് പറയും. എന്റെ ബ്രദറിനെ വിളിക്ക്, അവന്റെ സപ്പോർട്ടോടെ നമുക്ക് വേണം. ഒസാക്ക കാസിലേക്ക് ചെല്ലാൻ സമയമായി, ഇനി ക്രിംസൺ സ്കൈന്റെ നാളുകളാണെന്ന് പറയും. ആ ഒരു ഹെവി ഡയലോഗോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഔട്ട് ആൻഡ് ഔട്ട് യുദ്ധത്തിന് പോകാൻ റെഡിയാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.